الشيطان الرجيم. بسم الله الرحمن الرحيم. الذين يبخلون ويأمرون الناس بالبخل ويكتمون ما آتاهم الله من فضله وأعتدنا للكافرين عذابا مهينا. والذين ينفقون أموالهم رئاء الناس ولا يؤمنون بالله ولا باليوم الآخر ومن يكن الشيطان له قرينا فساء قرينا. وماذا عليهم لو آمنوا بالله واليوم الآخر وأنفقوا مما رزقهم الله وكان الله بهم عليما. പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ, സൂറ നിസായിലെ 37-ാമത്തെ ആയത്ത് മുതലാണ് ഇന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കാനുള്ളത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ആഴ്ച നമ്മൾ അവസാനമായി മനസ്സിലാക്കിയത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, വഅബ്ദുല്ലാഹ് വലാ തുശ്രികൂ ബിഹി ശൈഅ, അവനിൽ ആരെയും പങ്കുചേർക്കാതിരിക്കുക. സുപ്രധാനമായ ഈ ആരാധനയുടെ ആത്മീയമായ അടിത്തറയുടെ വശം പറഞ്ഞതിന് ശേഷം അള്ളാഹു നമ്മൾ ചെയ്യുന്ന ശ്രേഷ്ഠമായ സുഹൃതങ്ങളെ ഓരോന്നോരോന്നായി എണ്ണി പറഞ്ഞ കാര്യമാണ്. വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കളോട് നന്മ ചെയ്യുക. വബിദിൽ ഖുർബ, അടുത്ത ബന്ധുക്കളോടും. വൽ യതാമ, അനാഥകളോടും. വൽ മസാക്കീനി, അഗതികളോടും. വൽ ജാരി ദിൽ ഖുർബ, അടുത്ത ബന്ധമുള്ള അയൽവാസികളോടും. വൽ ജാരിൽ ജുനുബി, അന്യരായ അയൽവാസികളോടും. വസ്വാഹിബി ബിൽ ജംബ്, നിങ്ങളോട് ഒത്ത് സഹവസിക്കുന്ന ആളുകളോടും. വബിനി സബീൽ, വഴിപോക്കരോടും. വമാ മലക്കത്ത് ഐമാനുക്കും, നിങ്ങളുടെ കീഴിൽ തൊഴിലെടുക്കുന്ന അടിമകളായിട്ടുള്ള ആളുകളോടും. ഇന്നല്ലാഹ ലാ യുഹിബ്ബു മൻ കാന മുഖ്താലൻ ഫഖൂറ, നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും പൊങ്ങച്ചം നടിക്കുന്നവരെയും ദുരഭിമാനികളെയും ഒന്നും ഇഷ്ടപ്പെടുന്നില്ല എന്ന്. ഈ പറഞ്ഞ ആളുകളോടൊക്കെ നല്ല നിലയിൽ പെരുമാറുക, സഹവർത്തിക്കുക, അവർക്ക് കൊടുക്കേണ്ട അവകാശങ്ങളൊക്കെ കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ആരാധന കഴിഞ്ഞാൽ നമ്മൾ നിർവഹിക്കേണ്ട ഏറ്റവും ശ്രേഷ്ഠമായ സൽക്കർമ്മങ്ങളായിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ചത്. ഈ നന്മ നമ്മളില്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ എന്തോ ഉണ്ട് എന്നാണ് പിന്നെ ഈ അവസാന ഭാഗം ആയത്തിൻ്റെ ഇത് അല്ലാഹു പഠിപ്പിച്ചിരുന്നത്. നമ്മുടെ മനസ്സിൽ പിന്നെ എന്താ ഉള്ളത്? ഒന്നുകിൽ അവൻ മുഖ്താലാകണം, അല്ലെങ്കിൽ ഫഖൂറാകണം, പൊങ്ങച്ചക്കാരനാകണം. ഈഗോ മനസ്സിലിങ്ങനെ കൊണ്ട് നടക്കുന്ന ആളുകൾക്ക് ഈ സംഗതിയൊന്നും കൃത്യമായിട്ട് ചെയ്യാൻ കഴിയില്ല. അല്ലെങ്കിൽ ഫഖൂർ, ദുരഭിമാനിയാകണം. അതുകൊണ്ടാണ് അള്ളാഹു ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവസാനം ആ ആയത്ത് സമാപിപ്പിക്കുന്നത്, അള്ളാഹു ഇങ്ങനെയുള്ള മനസ്സിൻ്റെ ഉടമകൾ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. ആദ്യം മനസ്സിനെ എന്ത് ചെയ്യണം? ശുദ്ധീകരിക്കണം. മനസ്സ് ശുദ്ധമായാൽ നമ്മൾ വിനയാന്വിതരാകും. നമ്മൾ അഹങ്കാരികളും ദുരഭിമാനികളും ആയാൽ എൻ്റെ അപ്പുറം വേറൊരാളില്ല, എല്ലാവരും എൻ്റെ കീഴിലാണ് നിൽക്കേണ്ടത് എന്ന തോന്നലുണ്ടായാൽ ഈ സുഹൃതങ്ങളൊന്നും സ്വന്തം ഉമ്മാനോട് വാപ്പാനോട് വരെ മുഖത്ത് നോക്കി ഒന്ന് ചിരിക്കാൻ പോലും നേരം കിട്ടാത്ത മനുഷ്യന്മാരായി മാറും. അതുകൊണ്ടാണ് അള്ളാഹുവിനോടുള്ള ഇബാദത്ത് കഴിഞ്ഞതിന് ശേഷം ഉമ്മാൻ്റെയും ബാപ്പാൻ്റെയും പിന്നെ ഓരോരോ കാര്യങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല എണ്ണി എണ്ണി പറയുന്നു. എന്നാലോ നമ്മുടെ മനസ്സ് ശുദ്ധമായാൽ, നമ്മൾ വിനയാന്വിതരായാൽ ഈ പറഞ്ഞ ആളുകളെയൊക്കെ, എണ്ണി പറഞ്ഞ ആളുകളെയൊക്കെ പരിഗണിക്കാൻ നമുക്ക് കഴിയും.
ഇപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ സ്വാഹിബു ബിൽ ജംബ് അല്ലേ, നിങ്ങളുമായി ഇടപഴകുന്ന എല്ലാ ആളുകളുമായും നിങ്ങൾ നന്മ ചെയ്യണമെന്നാണ്. അത് നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടാകും, നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകരായ ആൾക്കാരുണ്ടാകും, നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന ആളുകൾ വരെ. ഇപ്പോൾ ഞാൻ ഒരു 1.5-2 മണിക്കൂറോളം യാത്ര ചെയ്താണ് വരുന്നത്. ഞാനിരിക്കുന്ന ബസ്സിൻ്റെ സീറ്റിൽ എന്തായാലും തൊട്ടപ്പുറത്ത് ഒരാളുണ്ടാവുമല്ലോ. അധികം നല്ല ഫുള്ളായിട്ട് തന്നെയാണ് പോരെ, ഇരിക്കാൻ സീറ്റ് കിട്ടൂല. അയാളോട് ഒരു നല്ല വർത്തമാനം പറയാതെ ഞാൻ ആ ബസ്സിൽ കയറി ഇങ്ങോട്ട് പോരുകയാണെങ്കിൽ എൻ്റെ യാത്രയ്ക്ക് എന്ത് അർത്ഥമാണുള്ളത് നോക്കി. എൻ്റെ തൊട്ടടുത്തിരിക്കുന്നത് സാഹിബ് ബിൽ ജംബാണ്. ശരിക്കും എൻ്റെ സഹയാത്രികൻ സാഹിബ് ബിൽ ജംബിൽ പെട്ട ഒരാളാണ്. ഒന്നൊരു ലോഗ്യം പറയാം, നിങ്ങൾ എവിടുന്ന് അങ്ങോട്ടാണ് പോണത്. ഇന്നില്ല സംസാരത്തിൽ ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാൻ കഴിയും, നമുക്കൊക്കെ കഴിയുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇത് വളരെ ഗൗരവപൂർവമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് എന്ന് ബോധ്യപ്പെടാനാണ്. ഖുർആൻ്റെ ഒരു ആയത്തെടുത്ത് അതിൻ്റെ അവസാനം പഠിച്ചോന്ന് പറയുന്നത് എന്താണെന്ന് നോക്കിയാൽ അതിൻ്റെ മുമ്പിൽ പറയുന്ന കാര്യങ്ങളുടെ ഗൗരവം, അതിൻ്റെ മഹത്വം, അതിൻ്റെ സീരിയസ്നെസ് നമുക്ക് നല്ലോണം ബോധ്യമാകും. വെറുതെ എങ്ങനെ ഇന്നല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പറഞ്ഞു പോവില്ല. അള്ളാഹുവിൻ്റെ 99 വിശേഷണങ്ങളും ഈ ആയത്തിലൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചേർത്ത് പറയുന്നത് എന്തിനു കൂടിയാണെന്നോ, ഓരോ സൂക്തങ്ങളിലും അള്ളാഹു മനുഷ്യ സമൂഹത്തിന് നൽകിയ ഉന്നതമായ ഈ സന്ദേശങ്ങളുടെ മഹത്വവും ഗൗരവവും നമുക്ക് ബോധ്യപ്പെടാൻ വേണ്ടിയാണ്. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്നുകൊണ്ട് പറയുന്ന കാര്യമാണ് അല്ലദീന യബ്ഖലൂന വയഅ്മുറൂന അന്നാസ ബിൽ ബുഖൽ. ഇങ്ങനെയുള്ള ആളുകൾ പിഷ്കന്മാരായിരിക്കും. ഏതാളുകൾ? മുഖ്താലുൻ ഫഖൂർ, അഹങ്കാരികളും ദുരഭിമാനികളുമായ ആളുകൾ, മനസ്സിൽ കിബറും കൊണ്ട് നടക്കുന്ന ആളുകൾ പിശുക്കന്മാരുമായിരിക്കും, തനി പിശുക്കന്മാർ. പിശുക്ക് എവിടുന്ന് തുടങ്ങുന്നു? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവസാനം ഡിസ്കസ് ചെയ്തതാണ് അല്ലേ? ഒന്ന് മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നതിൽ വരെ പിശുക്ക് കാണിക്കുന്ന മനുഷ്യന്മാരുണ്ട്. വല്ല ചിലവുള്ള കാര്യമാണോ അത്? അല്ലല്ലോ. ഒരാളെ കാണുമ്പോൾ ഒന്ന് ചിരിച്ച്, ഒന്ന് സലാം പറഞ്ഞ്, ഒന്ന് കൈ കൊടുത്ത് ഒരു സന്തോഷം പ്രകടിപ്പിച്ച് പോകുക എന്നുള്ളത്. അതുകൊണ്ട് അള്ളാഹുവിടെ ബുഖലിൻ്റെ കാര്യം പ്രത്യേകം എടുത്ത് പറയുന്നത് അല്ലദീന യബ്ഖലൂന വയഅ്മുറൂന അന്നാസ ബിൽ ബുഖൽ. അവർ ശരിക്ക് അവരുടെ ജീവിതത്തിലൂടെ നൽകുന്ന സന്ദേശം നിങ്ങളും പിഷ്കന്മാരായിക്കോളി, പിഷ്കന്മാരായിക്കോളി. അങ്ങോട്ടൊരു ചിരി കൊടുത്താലേ ഇങ്ങോട്ട് കിട്ടുള്ളൂ. അങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്താൽ, നന്മ ചെയ്യാൻ കഴിഞ്ഞാലേ തിരിച്ചു കിട്ടുള്ളൂ. ഞാൻ ബഹുമാനിക്കപ്പെടണം, ആദരിക്കപ്പെടണം, അംഗീകരിക്കപ്പെടണം, സ്നേഹിക്കപ്പെടണം എന്ന് ഞാനിങ്ങനെ വിചാരിച്ച് നടക്കുകയാണ്. ഞാൻ ആരെയും അംഗീകരിക്കുന്നില്ല, ബഹുമാനിക്കുന്നില്ല, സ്നേഹിക്കുന്നില്ല, ആദരിക്കുന്നില്ല. എനിക്കത് കിട്ടുമോ? ഈ സംഗതി എനിക്ക് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? അങ്ങോട്ട് കൊടുക്കണം. അങ്ങോട്ട് കൊടുത്താൽ മാത്രം കിട്ടുന്ന കാര്യം ഈ പറഞ്ഞതല്ല. അങ്ങനെ ഒരവസ്ഥ മനുഷ്യന്മാർക്ക് ഉണ്ടാകാൻ പാടില്ല എന്നതാണ് അള്ളാഹു ഈ ആയത്തിലൂടെ പറയുന്നത്. അല്ലദീന യബ്ഖലൂന, അവർ പിശുക്കുന്നു, വയഅ്മുറൂന അന്നാസ ബിൽ ബുഖൽ, ജനങ്ങളോട് ഈ പിശുക്ക് അവർ കൽപ്പിച്ചു കൊണ്ടേ ഇരിക്കുകയും ചെയ്യുന്നു. പിന്നെ അവർ ചെയ്യുന്നത് എന്താണെന്നോ, വയക്തുമൂന മാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയിട്ടുള്ള ഈ അവൻ്റെ ഫദ്ലിനെ, അവൻ്റെ അനുഗ്രഹങ്ങളെയും ഔദാര്യങ്ങളെയും മൂടി വെക്കുകയാണ്, മറച്ചു വെക്കുകയാണ്. ഇതൊക്കെ അവർക്ക് ഇല്ലാഞ്ഞിട്ടല്ല, ചിരിക്കാൻ കഴിയില്ലേ? നമ്മളൊന്ന് പുഞ്ചിരിക്കുമ്പോൾ നമ്മുടെ മുഖത്തിലെ എത്ര പേശികൾ ചലിക്കുന്നുണ്ടെന്നറിയോ? മുഖമൊന്ന് കോടി നോക്കണം. മുഖം കോടിയ ആൾക്കാരെ കണ്ടിട്ടില്ലേ? അവർ ചിരിക്കുമ്പോൾ ചിരിയും കൂടിപ്പോവുകയാണ്. ഇപ്പം നമുക്ക് സംസാരിക്കാൻ കഴിയുന്നുണ്ട്. ഒരു സ്ട്രോക്ക് വന്നാൽ മതി, എത്ര ആളുകളെ നമ്മൾ കാണുന്നു. ഒരു പ്രഷർ കയറിയാൽ മതി. ഇതിനൊന്നും അധികം സമയമൊന്നും വേണ്ട. അള്ളാഹു അവർക്ക് നൽകിയ ഫദ്ലിനെ അവർ മൂടി വെക്കുകയാണ് ചെയ്തത്. വയക്തുമൂന മാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലിഹി, അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയ അനുഗ്രഹത്തെ അവർ മൂടി വെക്കുകയാണ് ചെയ്യുന്നത്. അത് മൂടി വെക്കേണ്ട. അനുഗ്രഹങ്ങളെ എന്ത് ചെയ്യണമെന്ന് നമ്മൾ പുറത്ത് കാണിക്കണം. അത് സാമ്പത്തികമായ അനുഗ്രഹമാണെങ്കിലും, ആരോഗ്യമാകുന്ന അനുഗ്രഹമാണെങ്കിലും, സ്ഥാനം, പദവി, അംഗീകാരം പോലെയുള്ള അനുഗ്രഹങ്ങളാണെങ്കിലും, ഏത് അനുഗ്രഹമാണെങ്കിലും അത് മൂടി വെക്കരുത്. എന്ത് ചെയ്യണം?
പുറത്ത് കാണിക്കണം. മാത്രമല്ല പറയും വേണം, അള്ളാഹുവിൻ്റെ കൃപ കൊണ്ട് എനിക്കിപ്പോൾ വലിയ ആരോഗ്യത്തിന് കുഴപ്പമൊന്നുമില്ല. ഉണ്ടാവറാൻ സാഹിബേ? ഇല്ല, അൽഹംദുലില്ലാ കയറി വരികയാണ്. നമ്മളൊക്കെ കയറി വരുമ്പോൾ അവിടെ ഇങ്ങനെ പിടിച്ചിട്ടാണ് കയറുന്നത്. മൂപ്പരൊന്നും ഇല്ല. അതൊക്കെ ഇവിടെ കുറേ സീനിയേഴ്സായ ആൾക്കാരുണ്ട്. ഓക്കെ, നിങ്ങൾ ആരോഗ്യം. അപ്പോൾ ഇതെന്താണോ, ഇത് ഈ ആരോഗ്യം കൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും അതൊക്കെ ചെയ്യുക എന്നുള്ളതാണ്. മൂടി വെക്കരുത്. അപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ കഴിയും, നടക്കാൻ കഴിയും, വണ്ടി ഓടിക്കാൻ കഴിയും, ഇപ്പോൾ ക്ലാസ്സിന് വരാൻ കഴിയും. എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ ഓരോ ശാഖയിലും ഓരോ ഖുർആൻ ക്ലാസ് തുടങ്ങുകയും അവിടെയൊക്കെ നിങ്ങൾ നേതൃത്വം നൽകി നിങ്ങളതിൽ പങ്കെടുക്കുകയും വേണം. ആഴ്ചയിൽ 1 മണിക്കൂർ നമ്മുടെ വൈജ്ഞാനികമായ വർധനവിന് വേണ്ടി. ഖുർആൻ അല്ലാതെ നമുക്ക് ഇൽമ് നൽകാൻ വേറെ അടിസ്ഥാനപരമായ ഒരു സംഗതിയില്ല. വിജ്ഞാനത്തിൻ്റെ എല്ലാ വിജ്ഞാനത്തിൻ്റെയും ഉറവിടം എന്താണ്? ഖുർആനാണ്. നമ്മൾ ആരാണെന്ന് അളക്കേണ്ടത് ഖുർആനുമായി എനിക്ക് എത്ര ബന്ധമുണ്ട് എന്ന് നോക്കിയിട്ടാണ്, മറ്റുള്ള ബന്ധങ്ങളല്ല. ഖുർആനുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ അള്ളാഹുവുമായിട്ടുള്ള ബന്ധമാണ്, അള്ളാഹുവിൻ്റെ കലാമുമായിട്ടുള്ള ബന്ധമാണ്. അപ്പോൾ ഇത് ഈ ആരോഗ്യം പഠിച്ചോ നമുക്ക് നൽകിയതാണ്. ഓർമ്മശക്തി ഇല്ലേ, ഇതൊരു വലിയ അനുഗ്രഹമല്ലേ? അൾഷിമേഴ്സ് രോഗം ബാധിച്ച എത്ര ആൾക്കാരെ നമുക്ക് കാണാൻ കഴിയും. വീട്ടിലേക്ക് സാധനങ്ങളൊക്കെ വാങ്ങി, മാംസം വാങ്ങി വണ്ടിൻ്റെ ബാക്കിൽ വെച്ചിട്ട് മറന്ന് ദുർഗന്ധം വമിച്ചപ്പോഴാണ് വാങ്ങിയിട്ടുണ്ട് എന്ന് അറിയുന്നത്. ഇങ്ങനെ എത്ര സംഗതികളുണ്ടെന്നോ. ഈ അനുഗ്രഹം അത് നമ്മൾ മറച്ചു വെക്കരുത്. ഈ സന്ദർഭത്തിൽ അത് വിനിയോഗിക്കുകയും ഉപയോഗിക്കുകയും നമ്മുടെ ആത്മീയവും ഭൗതികവുമായ നേട്ടത്തിന് വേണ്ടി നാം അത് ഉപയോഗിക്കുകയും വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ സമ്പത്തും എന്ത് ചെയ്യരുത്, മറച്ചു വെക്കരുത്. നിങ്ങൾക്ക് നല്ലൊരു ഷർട്ടൊക്കെ ഇടാൻ പഠിച്ചോൻ തൗഫീക്ക് നൽകിയിട്ടില്ലെങ്കിൽ നല്ല ഷർട്ട് തന്നെ ഇട്ടോളൂ. നല്ല ചെരുപ്പ് വാങ്ങാനുള്ള സാമ്പത്തിക സുസ്ഥിതി ഉണ്ടെങ്കിൽ നിങ്ങൾ നല്ല തന്നെ ഇട്ടോളൂ. കയറി പറഞ്ഞുണ്ട നല്ല തന്നെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സഹാബി ചോദിച്ചില്ലേ, നബിയെ ഞാൻ മുന്തിയൊരു ചെരുപ്പിടാൻ ആഗ്രഹിക്കുന്നുണ്ട്, കിബറാകുവാണ്. നബി പറഞ്ഞില്ല, ഇന്നല്ലാഹ ജമീൽ യുഹിബ്ബുൽ ജമാൽ. അള്ളാഹു സുന്ദരനാണ്, സൗന്ദര്യം അള്ളാഹു ഇഷ്ടപ്പെടുന്നു. മാത്രമല്ല നിങ്ങൾക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹത്തിൻ്റെ അടയാളങ്ങൾ ജീവിതത്തിൽ കാണുന്നതാണ് പഠിച്ചോന് ഇഷ്ടമെന്നാണ് പറയുന്നത്. ഓ, എൻ്റെ അടിമയ്ക്ക് ഞാൻ ഇത്രയൊക്കെ സാമ്പത്തികമായ സുസ്ഥിതിയൊക്കെ നൽകിയിട്ട് ഒരു നല്ല വെടിപ്പിലും വൃത്തിയിലൊക്കെ നടക്കുന്നുണ്ട് എന്ന് പഠിച്ചോൻ തോന്നണം. അത് പഠിച്ചോൻ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഇങ്ങനെ അതൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, മറച്ചു വെക്കാൻ പാടില്ല. പിന്നെ അത് പറയും വേണം. വഅമ്മാ ബിനിഅമതി റബ്ബിക. ബാക്കി എന്താ? എല്ലാ വർത്താനങ്ങൾ പറയും, ഇത് മാത്രം പറയില്ല കേട്ടോ. എന്തൊക്കെ നമ്മൾ പറയുന്നുണ്ട് ഈ ആയത്തിൽ. എന്താ പറയുന്നത്? അതെല്ലാവർക്കും മനപ്പാടുള്ളതാണ്. വഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് നൽകിയ നിഅമത്തിനെ കുറിച്ച് നീ വർത്തമാനം പറയൂ എന്നാണ് പറയുന്നത്. ഹദ്ദിസ് എന്ന് പറഞ്ഞാൽ നീ സംസാരിക്ക്. എന്തിനാണെന്നോ? മറക്കാതിരിക്കാനാണ്. അള്ളാഹ് നൽകിയ നിഅമത്തിനെ മറക്കാതിരിക്കാനാണ്. എടുത്ത് പറയും, അത് പറയും, മറ്റുള്ളവരോട് പറയും. അൽഹംദുലില്ലാഹ് എനിക്ക് നല്ല ആരോഗ്യമുണ്ട്, അൽഹംദുലില്ലാഹ് എനിക്ക് നല്ല സാമ്പത്തികമായ ശേഷിയുണ്ട്. ആരെങ്കിലും നിങ്ങളെടുത്ത് വന്നിട്ട് അടിയന്തരമായിട്ട് എൻ്റെ കുട്ടിക്കൊരു ഓപ്പറേഷൻ ഉണ്ട്, അത്യാവശ്യം ഒരു കേസാണ്, നിങ്ങൾ ഒരു 50,000 റുപ്യ തൽക്കാലം എനിക്ക് തരണം, കുടുങ്ങിയിട്ട് ചോദിക്കുകയാണ്. അപ്പം എന്താ നമുക്ക് നമ്മുടെ മനസ്സിൽ വരേണ്ടത്? വഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്. നമ്മൾ 5 ലക്ഷം കൊടുക്കാൻ കഴിയുന്ന ആളായിരിക്കും. 50,000 ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ പറയണം അൽഹംദുലില്ലാഹ്. ഓ, ഞാൻ കുടുക്കിൽ കുടുങ്ങി വന്നാലേ തരട്ടെ, സാരമില്ല, പഠിച്ചോണൊക്കെ ശിഫയാകട്ടെ. 50,000 അള്ളാഹിൻ്റെ കൃപ കൊണ്ട് നീ ചോദിച്ച 50,000 തരാൻ എനിക്കിപ്പോൾ കഴിയും എന്ന് പറഞ്ഞു കൊടുക്കണം. വഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്. അധികം ആൾക്കാരും എന്താ ചെയ്യുക? 50,000 ഞാൻ ഒറ്റക്കോ, നമ്മൾ ആലോചിക്കാം എന്ന് പറയുക ചെയ്യുക.
അങ്ങനെയുള്ളൊരവസ്ഥ ഉണ്ടാകരുത്. അപ്പോൾ അള്ളാഹ് നൽകിയ ഫളിനെ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, കത്തമ എന്ന് പറഞ്ഞാൽ എന്താ, മറച്ചു വെച്ചു. ഈ ആയത്ത് അവതരിക്കുന്നതിൻ്റെ അവതരണ പശ്ചാത്തലമൊക്കെ തഫ്സീറുകൾ വിശദീകരിച്ചിട്ടുണ്ട്. നമ്മൾ ആ പശ്ചാത്തലത്തിലേക്കൊന്നും പോകണ്ട. നമ്മുടെ ജീവിത പശ്ചാത്തലത്തിലേക്ക്, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത പശ്ചാത്തലത്തിലേക്ക് വന്നാൽ മതി. അന്ന് നടന്നൊരു സംഭവമാണ്. ജൂതന്മാരായ ആൾക്കാർ കുറച്ച് ക്രിസ്ത്യാനികളോട് ചെന്ന് പറഞ്ഞു, നിങ്ങളെന്തിനാ അങ്ങനെ കൊടുക്കുന്നത്? നിങ്ങൾ കൊടുത്താൽ നിങ്ങളുടെ കുട്ടികളും നിങ്ങളൊക്കെ പട്ടിണിയാവില്ലേ? നിങ്ങളുടെ സമ്പത്തൊന്നും ഇങ്ങനെ എന്ത് ചെയ്യേണ്ടതില്ല, കൊടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞപ്പോൾ വേദക്കാർ തമ്മിൽ നടന്നൊരു ഡിസ്കഷനാണ്. അങ്ങനെ ഈ ചർച്ച എന്ത് ചെയ്യും, സമൂഹത്തിൽ ഇങ്ങനെ വ്യാപിക്കും, പകരും, അത് രോഗമായി വരും. അങ്ങനെയൊന്നും കൊടുക്കേണ്ടതില്ല, നമ്മൾക്കും നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ കെട്ടികൾക്കും ഒക്കെ ഉള്ളതായിട്ട് ഇങ്ങനെ സൂക്ഷിച്ചാൽ മതി, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഈ സമ്പത്ത് എന്നുള്ളത് ആ സന്ദർഭത്തിലാണ്. പക്ഷേ ഇവിടെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിത പശ്ചാത്തലത്തിലേക്കാണ് ഈ ആയത്തുകളെ കൂട്ടിക്കൊണ്ടുവരേണ്ടത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വയക്തുമൂന മാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലിഹി, ഇങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് നോക്കൂ, വഅഅ്തദിനാ ലിൽ കാഫിരീന അദാബൻ മുഹീന. വഅഅ്തദിന, നാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നാം അഅ്തദ യുഅ്തിദു എന്ന് പറഞ്ഞാൽ എന്താ, തയ്യാറാക്കി. അഅ്തദ യുഅ്തിദു, നാം റെഡിയാക്കി വെച്ചു, ഒരുക്കി വെച്ചു, തയ്യാറാക്കി വെച്ചു. ഈ അഅ്തദിന എന്നുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ ആവർത്തിച്ച് വരുന്ന പദാണല്ലേ. സൂറ ഇൻസാൻ നമ്മൾ ഓതി നോക്കൂ, ഹല്ലത്താലൽ ഇൻസാനി, അതിലുണ്ടല്ലേ വഅഅ്തദിന. അതെ, ഇങ്ങനെ നാം ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നാ പഠിച്ചൻ പറഞ്ഞു, റെഡിയാക്കി വെച്ചിട്ടുണ്ട്, തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ലിൽ കാഫിരീൻ, സത്യനിഷേധികൾക്ക്. നിഷേധം എന്ന് പറഞ്ഞാൽ സത്യത്തെ നിഷേധിക്കുന്ന പോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന അനുഗ്രഹങ്ങളൊക്കെ നിഷേധിക്കുകയാണ്. അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയതാണ് എന്ത്, ഹിദായത്ത്, സന്മാർഗം. അത് ഒരാൾക്ക് കേൾക്കാനോ മനസ്സിലാക്കാനോ ചിന്തിക്കാനോ ഉൾക്കൊള്ളാനോ ഒക്കെ ഉള്ള അവസരം കിട്ടുകയാണെങ്കിൽ അത് ബോധ്യപ്പെട്ടിട്ടും നിഷേധിക്കുന്ന ആളുകളുണ്ട്, ബോധ്യപ്പെടാതെ തെന്നിമാറിപ്പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അവർക്ക് വേണ്ടി അല്ലാഹു അദാബൻ മുഹീന, എങ്ങനെയുള്ള ശിക്ഷയാണ്, വളരെ നിന്ദ്യമായ ശിക്ഷയാണ്. അഹാന യുഹീനു എന്ന് പറഞ്ഞാൽ നിന്ദിച്ചു, മുഹീൻ നിന്ദ്യമായ ശിക്ഷ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, പിശുക്ക് ഒഴിവാക്കണം. പിശുക്ക് പറഞ്ഞാൽ സമ്പത്തിൽ മാത്രമുള്ള പിശുക്കല്ല, അള്ളാഹു നമുക്ക് നൽകിയ എല്ലാറ്റിലും കാണിക്കുന്ന പിശുക്ക് നമ്മൾ എന്ത് ചെയ്യണം, നിർത്തണം. ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഫഅമ്മാമൻ അഅ്ത, നമുക്കൊക്കെ അറിയുന്ന ആയത്തുകളാണ്. ഫഅമ്മാമൻ അഅ്ത, പിന്നെന്താ, വത്തഖ, പിന്നെന്താ, വസ്വദ്ദഖ ബിൽ ഹുസ്ന. നാലാമത്തെ ഫസനുയസ്സിറുഹു ലിൽ യുസ്റ, പഠിച്ചോൻ്റെ തൗഫീഖാണ് പറയുന്നത്. വഅമ്മാമൻ അഅ്ത, വല്ലവനും നൽകിയാൽ. എന്ത് നൽകുക, അള്ളാഹ് നമുക്ക് തന്നതൊക്കെ അതിൽ നിന്നൊക്കെ എന്ത് ചെയ്യണം, കൊടുക്കണം. അള്ളാഹ് നമുക്ക് നൽകുന്നത് എന്തിനു വേണ്ടിയാണ്, കൊടുക്കാനാണ്, പിശുക്കി വെക്കാനല്ല. എന്തൊക്കെ അനുഗ്രഹങ്ങൾ അള്ളാഹു നൽകിയിട്ടുണ്ടോ അതൊക്കെ നൽകുന്നത് എന്തിനു വേണ്ടിയാണ്, കൊടുക്കാൻ. അറിവ് നൽകിയിട്ടുണ്ടെങ്കിൽ അറിവ് എന്ത് ചെയ്യണം, പകർന്നു കൊടുക്കണം. സമ്പത്ത് അതേപോലെ, നമ്മുടെ കഴിവുകൾ, നമ്മുടെ ചിന്ത, നമ്മുടെ ബുദ്ധി, നമ്മുടെ ആലോചന, നല്ല അഭിപ്രായങ്ങൾ, അതൊക്കെ മറ്റുള്ളവർക്ക് കൊടുക്കണം. ഫഅമ്മാമൻ അഅ്ത, പിന്നെന്താ പറയുന്നത്, ഇത് വളരെ മസ്റ്റാണ്. എന്ത്, തഖ്വ, വത്തഖാ, അല്ലാഹുവിനെ സൂക്ഷിക്കണം. പിന്നെന്ത് വേണം, വസ്വദ്ദഖ ബിൽ ഹുസ്ന, ഏറ്റവും നല്ലതിനെ സത്യപ്പെടുത്തിക്കൊണ്ടുള്ള ജീവിതമായിരിക്കണം നമുക്ക് ഉണ്ടാകേണ്ടത്. ഹുസ്ന എന്ന് പറഞ്ഞാൽ അതാണ്, ഏറ്റവും നല്ലതിൻ്റെ കൂടെ നമ്മൾ നിൽക്കണം, അതിനെ സപ്പോർട്ട് ചെയ്യണം. എന്നാലോ പഠിച്ചോൻ തൗഫീക്ക് നൽകുന്നു, പഠിച്ചോൻ്റെ തൗഫീക്ക് ഉണ്ടാട്ടെ എന്ന് പറയുന്നില്ലേ. ഈ തൗഫീക്ക് വേണമെങ്കിൽ എന്ത് വേണം, നേരത്തെ പറഞ്ഞ ഈ 3 വേണം. കൊടുക്കാൻ നമ്മൾ സന്നദ്ധരാകണം, ഏറ്റവും നല്ലതിനെ സത്യപ്പെടുത്തണം. അങ്ങനെയാണെങ്കിൽ ഫസനുയസ്സിറുഹു ലിൽ യുസ്റ, ഏറ്റവും സുഗമമായ വഴിയിലേക്ക് നാം അവർക്ക് എളുപ്പം നൽകുന്ന. അങ്ങനെയാണെങ്കിൽ നമ്മൾ വിചാരിച്ചത് നടത്താനുള്ള തൗഫീക്ക്
പഠിച്ചോൻ നമുക്ക് നൽകും. തൗഫീക്ക് എന്ന് പറഞ്ഞത് പോസിറ്റീവായ തൗഫീക്കുണ്ട്, നെഗറ്റീവായ തൗഫീക്കുണ്ട്. ഒരാൾക്ക് ഇതൊന്നും ചെയ്യാൻ കഴിയാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്, അതിനും എന്തെന്നെയാ പറയാ, അതിന് തൗഫീക്ക് എന്നാ പറയാം. അവന് അള്ളാൻ്റെ തൗഫീക്ക് കിട്ടി, മറ്റാൾക്കോ അള്ളാൻ്റെ തൗഫീക്ക് കിട്ടിയില്ല. ആർക്കാ കിട്ടാത്തത്? അതിൻ്റെ ബാക്കി മതി, നമുക്ക് ബൈഹാട്ടിലായത്താണ്. അമ്മാമൻ ബഖില, കൊടുക്കാൻ പറഞ്ഞു പഠിച്ചോ, പക്ഷെ അവൻ എന്ത് ചെയ്തു? പിശുക്കി വെച്ചു. വമ്മാമൻ ബഖില വസ്തഗ്ന, പിന്നെ എൻ്റെ കാര്യത്തിന് ഞാൻ തന്നെ മതി, നിങ്ങളാരും വേണ്ടടാ. ഇത് നേരത്തെ പറഞ്ഞ ഈഗോ ആണ്, മുഖ്താൽ ഫഖൂർ, അങ്ങനെയുള്ള ആളുകൾക്ക് ഉണ്ടാകുന്ന സംഗതികളാണ്. വമ്മാമൻ ബഖില വസ്തഗ്ന, അവൻ സ്വയം ധന്യത നടിച്ചു, എൻ്റെ കാര്യത്തിന് ഞാൻ തന്നെ മതി, എനിക്കെന്താ ഇപ്പോൾ ഒരു കുറവ്, ഞാൻ അവൻ്റെ അടുത്തേക്ക് എന്തിനു പോകണം എന്നൊക്കെയുള്ള തോന്നലുണ്ടല്ലോ. 4 പ്രാവശ്യം ലൂസ് മോഷൻ ഉണ്ടായി നല്ലാന്ന് പോയാൽ മതി, എന്നാൽ തന്നെ അറിയും എനിക്ക് ഞാൻ തന്നെ മതിയല്ലേ എന്നുള്ളത് കേട്ടോ. ഒരു 2 ദിവസം പനിച്ച് കിടന്നാൽ മതി, അത്രേ ഉള്ളൂ നമ്മുടെയൊക്കെ കഥ. വമ്മാമൻ ബഖില വസ്തഗ്ന, എന്നിട്ടോ വകദ്ദബ ബിൽ ഹുസ്ന, അള്ളാഹു ഇവിടെ ഒരുക്കി വെച്ചിട്ടുള്ള ഏറ്റവും നല്ല വഴികളെയും മാർഗങ്ങളെയും അവസരങ്ങളെയും നിഷേധിക്കുക. എന്നാലോ ഫസനുയസ്സിറുഹു, അവനും പഠിച്ചോൻ തൗഫീക്ക് നൽകുകയാണ്. അവനും പഠിച്ചോൻ ഇങ്ങനെ എളുപ്പമാക്കി കൊടുക്കും. എന്തിനേക്കാണ് എളുപ്പം? ഫസനുയസ്സിറുഹു ലിൽ ഉസ്ര, അവൻ്റെ വഴി ഒരിക്കലും സുഗമമാവുകയില്ല, പ്രയാസകരമായിരിക്കും അവൻ. അതുകൊണ്ട് തന്നെ അവന് തൗഫീക്ക് കിട്ടൂല. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൻ്റെ മറ്റായത്തുകളിലൂടെ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നു. ഇന്ന് നോക്കൂ, ചില ആളുകൾ എന്ത് ചെയ്യുന്നു. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വഅയ്യു ദാഇൻ അദ്വഉ മിനൽ ബുഖ്ൽ എന്നാണ്. പിശുക്കിനേക്കാൾ മാരകമായ വേറെ ഏതൊരു രോഗമാണ് മനുഷ്യനെ പിടികൂടാനുള്ളതെന്നാണ്. നമ്മുടെ പിടികൂടുന്ന രോഗങ്ങളിൽ ഏറ്റവും മാരകമായ രോഗം ഏതാണ്? ബുഖിൽ, പിശുക്കാണെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മാത്രമല്ല അവിടുന്ന് പറഞ്ഞു ഇയ്യാക്കും വശുഹ, പിശുക്കിനെ നിങ്ങൾ കരുതണം, സൂക്ഷിക്കണം, ജാഗ്രത പാലിക്കണം. ഫൈനഹു അഹ്ലക മൻ കാന ഖബ്ലക്കും, നിങ്ങൾക്ക് മുമ്പുള്ള ആളുകളെ നശിപ്പിച്ചു കളഞ്ഞിട്ടുള്ള ഒരു മാറാരോഗമാണത്. വഅമറഹും ബിൽ ഖതിഅ ഫഖതഉ, പിശുക്ക് അവരോട് പ്രേരിപ്പിക്കും എന്തിന്? കുടുംബ ബന്ധങ്ങളൊക്കെ വിച്ഛേദിക്കാൻ. മറ്റൊരിടത്തുനിന്ന് പോകണം, അതിന് ചിലവുണ്ട് അല്ലേ? പോകുമ്പോൾ വെറും കൈയോടെ പോയാൽ പോലെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകണം, അവിടെ ചെറിയ കുട്ടികളൊക്കെ ഉള്ളതാണ്. ആരെങ്കിലും എന്തെങ്കിലും സൽക്കാരത്തിനോ കല്യാണത്തിനോ ഇതുപോലെ കുടുംബ ബന്ധങ്ങൾ ചാർത്തുന്ന എന്തൊക്കെ സംഗതികളൊക്കെ നമ്മൾ വിളിക്കും. നമ്മളൊക്കെ അതിനെന്ത് ചെയ്യും? ഒഴിഞ്ഞു മാറും. എന്തുകൊണ്ടാണത്? പിശുക്കേ. റസൂല് പറയാണ് വഅമറഹും ബിൽ ഖതിഅ ഫഖതഉ, കുടുംബ ബന്ധങ്ങൾ ചേർത്താനല്ല, അത് മുറിക്കാനാണ് പിശുക്ക് അവരോട് പ്രേരിപ്പിക്കുക. എന്നിട്ട് അവരിങ്ങനെ കുടുംബ ബന്ധങ്ങൾ ഇങ്ങനെ മുറിച്ചു കൊണ്ടുപോകും. അവന് നേരമില്ല എന്ന് തോന്നും, എനിക്ക് അതിനൊന്നും പൈസ ഇല്ല എന്ന് തോന്നും, അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് തോന്നും. എന്തുകൊണ്ട്? പിശുക്കുകൊണ്ട്. വഅമറഹും ബിൽ ഫുജൂർ ഫഫജറു, അതേപോലെ തന്നെ പിശുക്ക് അധാർമികതയിൽ മുഴുകാൻ അവരോട് കൽപ്പിച്ചു കൊണ്ടിരിക്കും. അങ്ങനെ അവരിങ്ങനെ വഴിവിട്ട ജീവിതം നയിച്ചു കൊണ്ടിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഈ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്നുകൊണ്ട് പറയുന്നു വല്ലദീന യുൻഫിഖൂന അംവാലഹും റിആഅൻ നാസി വലാ യുഅ്മിനൂന ബില്ലാഹി വലാ ബിൽ യൗമിൽ ആഖിർ ومن يكن الشيطان له قرينا فساء قرينا. 2 സന്ദേശങ്ങളാണ് ഈ ആയത്ത് നമുക്ക് നൽകുന്നത്. ഒന്ന്, ഇത്തരം ആളുകൾ അവരിന് ഈ പിശുക്കന്മാർ അഥവാ വല്ലതും കൊടുക്കുക എന്ന് വിചാരിക്കുക. അവർ കൊടുക്കുമ്പോൾ മനസ്സിൻ്റെ ഉദ്ദേശം എന്തായിരിക്കും? 4 ആള് കാണട്ടെ എന്നാണ്, ആൾക്കാരെ കാണിക്കാൻ വേണ്ടി. ചിലതൊക്കെ നമ്മൾ പരസ്യമായി ഈ ദാനത്തെക്കുറിച്ചും ധർമ്മത്തെക്കുറിച്ചും ആളുകളെ സഹായിക്കുന്നതിനെ കുറിച്ചൊക്കെ ഖുർആൻ പറഞ്ഞിടത്തൊക്കെ
രണ്ട് രീതിയിൽ പറയുന്നുണ്ട്. ചിലതൊക്കെ നമ്മൾ പരസ്യമായി തന്നെ ചെയ്യേണ്ടി വരും. എന്തിനു വേണ്ടിയാണ്? മറ്റുള്ളവർക്കൊരു പ്രോത്സാഹനവും പ്രചോദനം, മറ്റുള്ളവർക്കൊരു മോട്ടിവേഷൻ കിട്ടട്ടെ, അതിനു വേണ്ടി. ആ ഖുർആൻ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മുടെ ഉദ്ദേശം ആരറിയും? പഠിച്ചോന് അറിയും. ഇവിടെ പറയുന്നത് വല്ലദീന യുംഫിഖൂന, അവർ ചെലവഴിക്കുന്നു, അംവാലഹും, തങ്ങളുടെ സമ്പത്ത്. എന്തിനു വേണ്ടി? റിയാഅൻ നാസ്, ജനങ്ങളെ കാണിക്കാൻ വേണ്ടി. നമ്മൾ റിയാ എന്ന് പറയുന്നില്ലേ, റിയാ, അത് തന്നെയാണ് ഈ റിയാ എന്ന് പറഞ്ഞു കേട്ടോ. റിയാ രണ്ടും സെയിം തന്നെയാണ്. റിയാഅൻ നാസ്, റഅ എന്ന് പറഞ്ഞാൽ കണ്ടു, റഅ കണ്ടു, അറ എന്ന് പറഞ്ഞാലോ കാണിച്ചു കൊടുത്തു. അപ്പോൾ ആളുകളെ കാണിക്കാൻ വേണ്ടി ഈ സമ്പത്ത് ചെലവഴിക്കുന്നവരാകുന്നു അവർ എന്നാണ്. അപ്പോൾ ആളുകളെ കാണാൻ ആളുണ്ടെങ്കിലൊക്കെ അവർ കൊടുക്കും, പിഷ്കന്മാരാണെങ്കിലും. കാരണം എന്താ, വെറുതെ ആണില്ലല്ലോ. അപ്പോൾ അവർ ഈ ദുനിയാവിൽ തന്നെ കിട്ടുന്ന നേട്ടങ്ങളാണ് അവർ അതുകൊണ്ട് കൊതിക്കുന്നത്. എന്തവരാഗ്രഹിക്കുന്നില്ല? പരലോകം ആഗ്രഹിക്കുന്നില്ല. നമ്മളെന്താ ആഗ്രഹിക്കേണ്ടത്? നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ആഗ്രഹിക്കേണ്ടത് പരലോകത്ത് ഇതിനെന്ത് കിട്ടും, മരിച്ചു ചെന്നാൽ എനിക്കെന്ത് കിട്ടും, അള്ളാഹുവിൻ്റെ അരികിൽ നിന്ന് എനിക്കെന്ത് കിട്ടും എന്ന ചോദ്യമാണ് ഏത് കർമ്മങ്ങൾ ചെയ്യുമ്പോഴും നമ്മുടെ മുമ്പിൽ ഉണ്ടാകേണ്ടത്. റിയാഇനെ അത് കരുതിയിരിക്കാൻ വേണ്ടിയാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉണർത്തിയിട്ടുള്ളത്. നമ്മൾ നമസ്കാരത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ റിയാ എന്താണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താ നബിയെ റിയാ? അവർ റസൂല് പറഞ്ഞത്, ഒരാൾ നിസ്കരിക്കുന്നു, നമ്മളൊക്കെ നിസ്കരിക്കണില്ലേ, ആ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അവൻ്റെ നമസ്കാരത്തെ മറ്റാരോ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ഇയാൾക്ക് തോന്നുന്ന സന്ദർഭത്തിൽ അയാളുടെ നിസ്കാരത്തിലെ നൃത്തം, സുജൂദും റുക്കുവും, റസൂൽ പ്രയോഗിച്ച പ്രയോഗം എന്താണെന്നോ, ഫയുസയ്യിനു സ്വലാത്തഹൂന, അവൻ്റെ നിസ്കാരത്തെ ഒന്ന് ഭംഗിയാക്കുന്നു. എൻ്റെ നിസ്കാരം ആരോ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് തോന്നിയപ്പോൾ അവൻ എന്ത് ചെയ്യുന്നു? ഒന്ന് ഉഷാറായിട്ട് ആ റുക്കുവും സുജൂദും നമസ്കാരത്തിന് മോടി കൂട്ടുന്നു എന്നാണ്. അപ്പം എന്തായി? ആര് കാണാൻ നിസ്കരിക്കേണ്ടത്? ഫസ്വല്ലി റബ്ബിക്ക എന്നല്ല പറഞ്ഞ്, ഫസ്വല്ലി ലിന്നാസ് എന്നാണോ? ജനങ്ങൾ കാണാൻ വേണ്ടി നിസ്കരിക്കുകയാണ്. ആർക്കാ? ഫസ്വല്ലി റബ്ബിക്ക, നിന്റെ റബ്ബിന് വേണ്ടിയാണ് മനുഷ്യ നീ നിസ്കരിക്കേണ്ടത്. അപ്പം റിയാ എന്താണെന്ന് ചോദിച്ചപ്പോൾ റസൂൽ ഇതാണ് പറഞ്ഞത്. മറ്റുള്ളവർ കാണുമെന്ന് കണ്ടപ്പോൾ നിസ്കാരം നന്നാക്കുന്ന ആളെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അതാണ് റിയാ. അതുകൊണ്ട് നിങ്ങൾ അത് കരുതിയിരിക്കണം. ഫവൈലുൽ ലിൽ മുസല്ലീൻ എന്ന് പറഞ്ഞിട്ടില്ലേ? നമസ്കാരക്കാർക്ക് എന്താണ്? വൈല്, നാശം. അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, അവർ അവരുടെ നമസ്കാരത്തിൽ അശ്രദ്ധരാണെന്നാണ് പറഞ്ഞത്. അശ്രദ്ധക്ക് ഒരുപാട് വിശദീകരണം കൊടുത്തിട്ടുണ്ട്. ഒന്ന്, നിസ്കാരം കൃത്യമായിട്ട് നിസ്കരിക്കൂല, 5 വക്തൊക്കെ ഇങ്ങനെയൊക്കെ ഇങ്ങനെ നിസ്കരിച്ച് പോകുന്നുണ്ട്. ഈ ഒരു ചിട്ട നമുക്കുണ്ടായാൽ നമ്മുടെ ജീവിതം മുഴുവൻ ചിട്ടപ്പെടുത്താൻ നമുക്ക് കഴിയും. എന്ത്? നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ വഖത്തിന് കൃത്യമായിട്ട് നിസ്കരിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ. അതുകൊണ്ടാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്ന അമലുകൾ ഏതാണെന്ന് റസൂലിനോട് ചോദിച്ചപ്പോൾ ഒന്നാമതായി റസൂൽ എണ്ണിയത് ഏതാണ്? അസ്വലാത്തുലി വഖ്തിഹ, വഖ്തിന് നിസ്കരിക്കുക എന്നുള്ളതാണെന്നാണ്. അതിൽ അശ്രദ്ധ ഉണ്ടാകാൻ പാടില്ല. ഇപ്പം നിസ്കരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ മനസ്സങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറ്റിപ്പോകും അല്ലേ? അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. ഈ ആയത്ത് ഓതിയിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അള്ളാഹുവിനാകുന്ന സർവസ്തുതിയും പഠിച്ചോൻ അൻ സ്വലാത്തിഹിം എന്നാണല്ലോ പറഞ്ഞത്, ഫീ സ്വലാത്തിഹിം എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഫീ സ്വലാത്തിഹിം എന്ന് പറഞ്ഞാൽ എന്തായി അർത്ഥം? നിസ്കാരത്തിൽ. ഫീ എന്ന് പറഞ്ഞാൽ എന്താ? ആ കർമ്മം ചെയ്യുന്ന സന്ദർഭത്തിൽ അശ്രദ്ധ വരിക എന്നാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ കിട്ടുക നിസ്കാരം കൊണ്ട്? വൈല്. ഇന്നിപ്പോൾ നമ്മൾ സുബഹിസ്കരിച്ചില്ലേ? എത്ര മിനിറ്റ് ഉണ്ടാവും സുബഹിസ്കാരം? ചില പള്ളിയിലൊക്കെ നീട്ടി നിസ്കരിക്കും അല്ലേ? എന്നാലും എത്ര ഉണ്ടാവും? 10 മിനിറ്റ് അല്ലേ? 10 മിനിറ്റ്. ഈ 10 മിനിറ്റ് നമസ്കാരം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. 24 മണിക്കൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിസ്കാരമാണ് സുബഹി നിസ്കാരം.
10 മിനിറ്റ് നേരം നമ്മൾ അള്ളാഹിൻ്റെ മുമ്പിൽ നിന്ന് അല്ലാഹു അക്ബർ എന്നാ പറയണത്. അല്ലാഹുവേ നീയാണ് മഹാൻ വലിയവൻ എന്ന് പറഞ്ഞ് കൈയും കെട്ടി നിന്നിട്ട് അവനെ ഓർക്കാൻ പിന്നെ നമുക്ക് നേരമില്ല. ഈ 10 മിനിറ്റ് അള്ളാഹിനെ മുഴുവൻ അള്ളാഹിൻ്റെ ഓർമ്മയിൽ നിലനിൽക്കാൻ നമുക്ക് കഴിയില്ല. ഫാത്തിഹൻ്റെ ഇത് ഒന്ന് ശ്രദ്ധയോടുകൂടി ഓതാൻ, ഇമാം ഓതുന്ന സൂറത്ത് ശ്രദ്ധയോടുകൂടി ഒന്ന് കേൾക്കാൻ, മനസ്സവിടക്കും ഇങ്ങോട്ടൊന്ന് തെറ്റിപ്പോകാതെ നമുക്ക് കഴിയണില്ല. 10 മിനിറ്റിൽ നമുക്ക് ഒരു 7 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അള്ളാഹിനെ മാത്രം ഓർക്കാൻ കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. 5 മിനിറ്റ് ആയാലും എന്തായി? നിസ്കാരത്തിൽ നമ്മൾ കഴിച്ചില്ലായി. 5 മിനിറ്റ് വേറെ എവിടെയെങ്കിലും പോകാൻ. അതിൽ കുറഞ്ഞാലോ നമ്മളെ കഥ പോക്കാം. കാരണം ഇതേ കപടവിശ്വാസികളുടെ നിസ്കാരത്തെക്കുറിച്ച് അള്ളാഹ് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞെന്നോ? അവൻ നിസ്കരിക്കാൻ നിൽക്കൂലേ? കപടവിശ്വാസികൾ, മുനാഫിക്കീങ്ങൾ അള്ളാഹിൻ്റെ റസൂലിൻ്റെ നിസ്കാരത്തിൽ ജമാഅത്തിൽ 1-ാമത്തെ സഫിൽ തന്നെ അവരുണ്ടാകും. കാരണം എന്താ? ഓല് മുസ്ലിങ്ങളാണെന്നില്ലേ ആ കാനേശുമാരി കണക്കിൽ വരണം. റസൂലിൻ്റെ കൂടെ മുനാഫിക്കീങ്ങൾ നിസ്കരിച്ചിട്ടുണ്ട്, കപടവിശ്വാസികൾ. പക്ഷെ അവരുടെ നിസ്കാരത്തെക്കുറിച്ച് ഖുർആൻ പറഞ്ഞെന്താ? വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീലാ. നിസ്കരിക്കാൻ നിന്നാൽ വളരെ കുറച്ച് മാത്രമേ അവർ അള്ളാഹിനെ ഓർക്കുള്ളൂ. ബാക്കിയുള്ള കാര്യം എന്തിനാണ്? വേറുള്ള ദുനിയാവിൻ്റെ ഷോയിലും മറ്റേ കാര്യങ്ങളൊക്കെ കടന്നു വരും. അപ്പോൾ അത് നമ്മൾ പേടിക്കണം. നമ്മുടെ നിസ്കാരം ഒരു മുനാഫിക്കിൻ്റെ നിസ്കാരമാകാതിരിക്കാൻ എന്ത് വേണം? നമ്മുടെ നമസ്കാരത്തിൽ കൂടുതൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ ഉണ്ടാകണം. അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മ കുറഞ്ഞു പോകാതിരിക്കണം. അതാണ് ഈ അശ്രദ്ധ എന്ന് പറയുന്നത്. അശ്രദ്ധ ഉണ്ടാകാൻ പാടില്ല. അല്ലദീനഹും അൻ സ്വലാത്തിഹിം സഹൂൻ. നിസ്കാരത്തെക്കുറിച്ച് തന്നെ അശ്രദ്ധ എന്ന് പറഞ്ഞാൽ ഇതാണ്. വക്തിന് നിസ്കരിക്കൂല. അസ്റൊക്കെ ഇങ്ങനെ പിന്തിപ്പിച്ച് മഗ്‌രിബ് വരെ സമയമുണ്ടല്ലോ എന്തിന്? അസ്റിന് എന്ന് കരുതും കേട്ടോ. പിന്തിപ്പിച്ച് അവസാനം മഗ്‌രിബിൻ്റെ തൊട്ട് മുമ്പ് അസ്ർ നിസ്കരിക്കുന്ന ഈ രീതി ഉണ്ടല്ലോ. എല്ലാ നിസ്കാരവും അങ്ങനെയാണ്. കാരണമില്ലാതെ പിന്തിപ്പിക്കുക എന്നുള്ളത് അത് സാഹൂൻ എന്നതിൽപ്പെട്ട തന്നെയാണ്. അശ്രദ്ധ, നിസ്കാരത്തെക്കുറിച്ചുള്ള അശ്രദ്ധ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കാത്തുരക്ഷിക്കുമാറാകട്ടെ. പിന്നെ പറയുന്നത് എന്താ? ആ നിസ്കാരം ആർക്ക് വേണ്ടിയാണ്? അല്ലദീനഹും യുറാഊൻ. നമ്മുടെ ഈ റിയാഇന് വേണ്ടിയുള്ള നിസ്കാരമാണത്. അല്ലദീനഹും യുറാഊൻ. മറ്റുള്ള ആളുകളെ കാണിക്കാൻ വേണ്ടിയാകുന്നു അവർ ഇതൊക്കെ ചെയ്യുന്നത്. അത്തരക്കാരിൽ ഉണ്ടാകുന്ന ഒരു ദൂഷ്യം പിന്നെ അല്ലാഹ് പറഞ്ഞുകൊണ്ടാണ് ആയത്ത് സൂറ അവസാനിക്കുന്നത്. അവരെന്ത് ചെയ്യുന്നു? വയംനഊനൽ മാഊൻ. ജനങ്ങൾക്ക് കൊടുക്കേണ്ട ഈ പരോപകാര വസ്തുക്കളില്ലേ, അതുവരെ കൊടുക്കൂല. നമ്മുടെ വീട്ടിൽ വന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങളുടെ അപ്പോൾ ഇന്നലെ കഴിഞ്ഞ ആഴ്ച വാങ്ങിയ മൂർച്ചയുള്ള കത്തി ഉണ്ടല്ലോ, ആ വെട്ടുകത്തി അവൻ തരും, നമ്മളെ മുറ്റത്ത് കുറച്ച് കാട് വെട്ടാനാണ്. അത് ഇപ്പോൾ ആ കല്ലൊക്കെ തട്ടിയിട്ട് അതിൻ്റെ വായ്ത്തലൊക്കെ പോകും, നിങ്ങളിപ്പോൾ കൊണ്ടുപോണ്ട കേട്ടോ, കൊടുക്കൂല. അല്ലെങ്കിൽ ആ മഴ ഒന്ന് തരുമോ, നമുക്ക് കുറച്ച് വിറക് കീറാനുണ്ടായിരുന്നു, അതിൻ്റെ താഴെയൊക്കെ മുറിഞ്ഞിക്കണം മനെ എന്ന് പറഞ്ഞിട്ട് വയംനഊനൽ മാഊൻ. പരോപകാര വസ്തുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നത് വരെ അത്ര പിശുക്ക് ഒരു മനുഷ്യന് മാറുന്നതൊക്കെ നിങ്ങൾ. അപ്പോൾ ഈ ജീവിതത്തിൻ്റെ ശൈലിയൊക്കെ രീതിയൊക്കെ മാറ്റിയെടുക്കേണ്ടത് അള്ളാഹുവിലുള്ള ഈ വിശ്വാസവും നമ്മൾ ഉൾക്കൊണ്ടിട്ടുള്ള പരലോകബോധവുമാണെന്നാണ്. അതാ ഖുർആൻ ഇവിടെ പറയുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു? ജനങ്ങൾ വല്ലദീന യുൻഫിഖൂന അംവാലഹും റിആ അന്നാസ്, ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ചെലവഴിക്കുന്ന ആളുകൾ. 4 ആൾ കാണുന്നുണ്ടെങ്കിൽ ഉഷാറായിട്ട് കൊടുക്കും. ഈ പിരിവിൻ്റെ ഒരു മനഃശാസ്ത്രമുണ്ട്. നമുക്ക് പിന്നെ പിരിവിന് പോകുന്ന ആൾക്കാർ തന്നെയാണ്, സംഘടനാ പ്രവർത്തകരുണ്ടല്ലോ കൂട്ടത്തിൽ. അപ്പോൾ ഒന്ന് ഉഷാറായി ചെന്നാൽ ഉഷാറായി കിട്ടുന്ന പറയാം അല്ലേ? സാധാരണ ഒരു പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ കേസും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ നേരെ മറിച്ചൊരു നല്ല കാറിലൊക്കെ പോയി ആ വീട്ടുമുറ്റത്ത് കാറൊക്കെ നിർത്തിയിട്ട് ആ ഡോറൊക്കെ തുറന്നിട്ട് ഇറങ്ങി 2 ആൾ അങ്ങനെയൊക്കെ ശരി. ഇതിപ്പോൾ ആരോ കാര്യപ്പെട്ട ആൾക്കാരാണല്ലോ വരുന്നത്, ഇവരങ്ങനെ മോശമാക്കാൻ പറ്റൂല, അങ്ങനെ കൊടുക്കും. ആൾക്കാരെ കാണിക്കാം, വരുന്ന ആൾക്കാരെ വില നോക്കിയിട്ട് കൊടുക്കുക, അതല്ല നമ്മൾ ചെയ്യേണ്ടത്. എന്താണ് ആവശ്യം, ആവശ്യത്തിൻ്റെ ഗൗരവവും അത് എന്താണോ കാര്യം, പെട്ടെന്ന് നിർവഹിക്കപ്പെടേണ്ടതാണോ, അധികം കൊടുക്കേണ്ടതാണോ എന്നൊക്കെ നോക്കിയിട്ടാണ് കൊടുക്കേണ്ടത്.
അതുണ്ടാകും ആർക്ക്? അത് ശേഷം പറയുന്നത് വലാ യുഅ്മിനൂന ബില്ലാഹി വലാ ബിൽ യൗമിൽ ആഖിർ. അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടെങ്കിൽ, പരലോകത്ത് വിശ്വാസം ഉണ്ടെങ്കിൽ അതൊക്കെ നോക്കിയിട്ടാണ് മനുഷ്യന്മാർ കൊടുക്കുക. അപ്പോൾ അപ്പോൾ റിയാഇന് വേണ്ടി നമ്മളെന്ത് ചെയ്യരുത്, അമല് ചെയ്യരുത്. പരലോകത്തിന് വേണ്ടി, അള്ളാഹുവിൻ്റെ അജ്റിന് വേണ്ടിയായിരിക്കണം. മരിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചോദിക്കുന്ന, വിചാരണയ്ക്ക് എടുക്കുന്ന 3 വിഭാഗം ആളുകളെ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്കൊക്കെ അറിയാവുന്ന ഹദീസാണ്. ഒന്നാമത്തെ ആള് ആലിം തന്നെയാണ്. ആരാണ്? 1-ാം നമ്പർ ആലിം, പണ്ഡിതനെ അള്ളാഹു വിചാരണ ചെയ്യും. നിനക്ക് അള്ളാഹു നൽകിയ ഫളില്, അനുഗ്രഹം എന്തൊക്കെയാണെന്ന് പറയും. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറയും, പഠിച്ചോനെ നീ എനിക്ക് ഖുർആൻ മുഴുവൻ മനഃപ്പാഠമാക്കാനുള്ള തൗഫീക്ക് നൽകി, ദീനിനെ കുറിച്ച് കുറേ പഠിക്കാനുള്ള അവസരം നൽകി റബ്ബേ. അതൊക്കെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? നിൻ്റെ മാർഗത്തിൽ വിനിയോഗിച്ചിട്ടുണ്ട്. ഞാൻ എത്ര ഖുർആൻ ക്ലാസ്സാണ് എടുത്തതെന്നോ, എത്ര പ്രസംഗമാണ് എൻ്റെ ജീവിതത്തിൽ നടത്തിയത്, ഇത്ര കൊല്ലം ഞാൻ ഖതീബായി എന്നൊക്കെ കേട്ടോ, ഇത്ര പുസ്തകം ഞാൻ എഴുതി റബ്ബേ, അങ്ങനെ ഇത്ര CD, ഇപ്പോൾ CD ഒന്നുമില്ലല്ലേ, എൻ്റെ യൂട്യൂബ് പ്രസംഗങ്ങൾ ഇത്ര എണ്ണാണ് റബ്ബേ എന്നൊക്കെ പറഞ്ഞിട്ട് പഠിച്ചവനോട് ഇങ്ങനെ പറയുമ്പോൾ, ഇതൊക്കെ നിൻ്റെ വജ്ഹിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ നിർവഹിച്ചതെന്ന് പറയുമ്പോൾ പഠിച്ചവൻ പറയുന്നത് എന്താണെന്നോ? കദബ്ത, നീ ഇതൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ശരി തന്നെയാണ്, പക്ഷെ ഇപ്പം നീ പറഞ്ഞ എന്താണ്? കളവ പറഞ്ഞു. ഇതൊക്കെ നീ ചെയ്തിട്ടുണ്ട്, പക്ഷെ നീ എന്തിനു വേണ്ടിയാണ് ചെയ്തത്? നീ ഒരു ആലിമായി അറിയപ്പെടണം. ഞാൻ നല്ലൊരു പ്രഭാഷകനാണ്, ഒരു പണ്ഡിതനാണ്, ഒരു നേതാവാണ്, നല്ലൊരു ഖതീബാണ് എന്ന നിലക്ക് അറിയപ്പെടണമെന്നായിരുന്നില്ലേ ഇതൊക്കെ ചെയ്തപ്പോൾ നിന്റെ മനോഗതി, മനസ്ഥിതി? അതുകൊണ്ട് നീ കളവാണ് പറഞ്ഞത്, ഇത് അള്ളാഹിൻ്റെ വജ്ഹിന് വേണ്ടി നീ ചെയ്തതല്ല എന്ന് പറഞ്ഞ് പഠിച്ചോ നരകത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന പറയാം. ഇങ്ങനെ രണ്ടാമത് പറഞ്ഞ ആളാണ് ആര്? അൽ ഖാസി. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവനും ജീവിതവും ബലിദാനം ചെയ്ത് യുദ്ധത്തിന് പോയി അതൊക്കെ സമർപ്പിച്ച രക്തസാക്ഷിയായ ആളെയാണ് പഠിച്ചവൻ കൊണ്ടുവരിക. എത്ര വലിയ കാര്യം ചെയ്തതെന്ന് നോക്കൂ നിങ്ങൾ. അവനും പറയും, പഠിച്ചോനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത ഏറ്റവും വലിയ സുഹൃതം ഇതാണ്. എൻ്റെ ജീവിതം, എൻ്റെ ജീവൻ നിന്റെ മാർഗത്തിൽ നിനക്ക് വേണ്ടി ഇതാ ചെലവഴിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ പഠിച്ചോൻ പറയും, കദബ്ത, നീ പറഞ്ഞത് നേരല്ല, വാസ്തവമല്ല, നീ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേ നീ രണാങ്കണത്തിൽ നിന്റെ വീരപരാക്രമത്തെയും നിന്റെ ശൗര്യവും ശൂരതയും ധൈര്യവും ആളുകൾ അറിയട്ടെ എന്ന നിലക്കാണ് അതൊക്കെ ആ സന്ദർഭത്തിൽ നീ ചെയ്തത്. അപ്പോൾ നിന്റെ മനസ്സതായിരുന്നു, നിനക്ക് കൂലിയില്ല എന്ന് പറഞ്ഞിട്ട് നരകത്തിലേക്ക് പ്രവേശിപ്പിക്കും. മൂന്നാമത്തെ ആളൊരു ധനികനാണ്. നിനക്ക് അള്ളാഹു നൽകിയ ഫളല് പറയും. അപ്പോൾ സമ്പത്തിൻ്റെ ഒരുപാട് ഇനങ്ങൾ അവൻ എണ്ണി പറയും, ഇതൊക്കെ നീ ചെയ്തിട്ടുണ്ട് റബ്ബേ, ഞാൻ അതിൽ നിന്നൊക്കെ ചെലവഴിച്ചിട്ടുണ്ട്. അപ്പോഴും അള്ളാഹ് പറയും, നീ പറഞ്ഞത് നേരല്ല, നീ ചെയ്തിട്ടുണ്ട്, ചെലവഴിച്ചിട്ടുണ്ട്. ചെലവഴിച്ചപ്പോഴൊക്കെ നിന്റെ മനസ്സെന്തായിരുന്നു? നീ നല്ലൊരു ഔദാര്യവാനാണെന്ന് ആളുകൾക്കിടയിൽ അറിയപ്പെടണം. മൂപ്പര് നല്ല കൊഴുതിക്കാരനാട്ടോ പോയിക്കൂടി. പക്ഷെ ഈ നല്ല മനസ്സോടുകൂടി ആൾക്കാർ ഇത് ധർമ്മം ചെയ്താൽ അയാളെക്കുറിച്ച് ആളുകൾ പറയും അല്ലേ? ആ പറയുന്നത് ഇതിനെതിരല്ല. പക്ഷെ ഇയാൾ അങ്ങനെ ആഗ്രഹിക്കാൻ പാടുണ്ടോ? ഇല്ല. നന്മ ചെയ്യുന്ന മനുഷ്യന്മാരുടെ നന്മകൾ മനുഷ്യനെടുത്ത് പറയില്ലേ? അതൊന്നും ഇതിനെതിരല്ല. നേരെ മറിച്ച് ഇത് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ അതുണ്ടാകാൻ പാടില്ല. അതാകുന്നു ഉണ്ടാകേണ്ടത്. എന്താണ്? യുഅ്മിനൂന ബില്ലാഹി വലാ ബിൽ യൗമിൽ ആഖിർ എന്ന് പറഞ്ഞല്ലോ. വലാ യുഅ്മിനൂന ബില്ലാഹി വലാ ബിൽ യൗമിൽ ആഖിർ. അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിച്ചുകൊണ്ട് ആയിരിക്കണം ഇത് ചെയ്യുന്നത്. അവസാനം പറയുന്ന നോക്കൂ, വമൻ യകുനിശ് ശൈത്വാനു ലഹു ഖരീനൻ ഫസാഅ ഖരീന. ഖരീൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഖരീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കൂട്ടുകാരൻ, സുദീഖ്. വമൻ യകുനിശ് ശൈത്വാനു ലഹു ഖരീന. വല്ലവനും പിശാചാണ് കൂട്ടുകാരൻ ആകുന്നത് എങ്കിൽ ഫസാഅ
ഖരീൻ, അത് എത്ര മോശമായ കൂട്ടുകാരനാണ്. അപ്പോൾ മനുഷ്യന്മാർ ഇത്തരം തിന്മകളിലേക്ക്, അധർമ്മങ്ങളിലേക്ക്, തെറ്റുകളിലേക്കൊക്കെ കൂപ്പുകുത്താനുള്ള കാരണം പൈശാചികമായ പ്രേരണകളാണ് കേട്ടോ, പൈശാചികമായ പ്രേരണകളാണ്. അപ്പോൾ നമ്മുടെ കൂട്ടുകാരൻ ആരാകാൻ പാടില്ല? പിശാചാകാൻ പാടില്ല. പിശാച് കൂട്ടുകാരനാകുമ്പോഴാണ് ഇത്തരം കാര്യങ്ങൾ മനുഷ്യനെന്ത് ചെയ്യുന്നത്. അപ്പോൾ നിസ്കാരത്തിൽ തന്നെ അള്ളാഹിനെ കുറിച്ച് ധാരാളം ഓർമ്മ ഉണ്ടാകണമെങ്കിൽ പൈശാചികമായ എല്ലാ ചിന്തകളും മനസ്സിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? വെടിയണം. നിസ്കാരത്തിൽ നിന്ന് പഴപ്പിക്കാൻ നല്ല ശ്രമം നടത്തുവാര്? പിശാച്. പിശാചിൻ്റെ മെയിൻ പണി എന്താണ്? നമ്മുടെ ജീവിതത്തിൽ പിശാച് ഇടപെടുന്നത് എവിടെയാണ്? മനസ്സിൽ. അല്ലദീ യുവസ്വിസു. പഠിച്ചോൻ അവൻ വരം ചോദിച്ചപ്പോൾ പഠിച്ചോൻ ആ വരം കൊടുത്തും ചെയ്തു. ഇതെല്ലാ മനുഷ്യ അടിമകളെയും പഠിച്ചോനെ ഞാൻ വഴിപിഴപ്പിക്കും. നിന്റെ പ്രതാപമാണ് സത്യം, എല്ലാവരെയും ഞാൻ വഴിപിഴപ്പിക്കും. പക്ഷെ എനിക്ക് വഴിപിഴപ്പിക്കാൻ കഴിയാത്തൊരു വിഭാഗമുണ്ട്. ഇല്ലാ ഇബാദക മിൻഹുമുൽ മുഖ്ലസീൻ. നിന്റെ അടിമകളിൽ ഇഖ്ലാസ് ഉള്ളവരെ പഴപ്പിക്കാൻ എനിക്ക് കഴിയില്ല. അപ്പം നമുക്ക് പിശാചിൻ്റെ ഈ ദുർബോധനത്തിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടി നമ്മൾ ജീവിതത്തിൽ കൊണ്ടു നടക്കേണ്ട ഏറ്റവും വലിയ സ്വഭാവ ഗുണം എന്താണ്? ഇഖ്ലാസ്. നമുക്കെന്ത് വേണം? എല്ലാത്തിലും ഇഖ്ലാസ് വേണം. പിശാച് അടുക്കൂലാണ്, അല്ലെങ്കിൽ പിശാച് വസ്വാസ് ഉണ്ടാക്കും. അല്ലദീ യുവസ്വിസു ഫീ സുദൂർ. നല്ല സ്ഥലം നോക്കിയാണ് ആര് പിടിച്ചിട്ടുള്ളത്? പിശാച് പിടിച്ചിട്ടുള്ളത്. മനസ്സ്, മനുഷ്യൻ്റെ മനസ്സ്. അവിടെ ദുർബോധനവും വസ്വാസം ഉണ്ടാക്കും. ശരീരത്ത് വല്ലതും ചെയ്യുന്നുണ്ടോ പിശാച്? പിശാചിൻ്റെ അടുത്ത് നിന്ന് അടി കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക്? അതൊക്കെ ഒരടി കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണ്. അത് കിട്ടിയാൽ ഇനിയും കിട്ടണമെന്ന് തോന്നും നിങ്ങൾക്ക്. ഒന്നും പോരാന്ന് അല്ലേ? ശാരീരികമായി പിശാചിൻ്റെ ഏതെങ്കിലും ഉപദ്രവമേറ്റ ആരെങ്കിലും ഈ ക്ലാസ്സിൽ ഇരിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ പറയും, എനിക്ക് നിങ്ങളുടെ അടുത്തേക്ക് ട്യൂഷന് വരാനാണ്, അതിനെപ്പറ്റി പഠിക്കാൻ. ശാരീരികമായ ഉപദ്രവം പൈശാചികമായി ഏറ്റത് അടിയോ കുത്തോ ഇടിയോ ഉണ്ടോ? ആർക്കെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. മാനസികമായ എന്തെങ്കിലും ഉപദ്രവം പിശാചിൽ നിന്ന് ഏറ്റവർ ഈ കൂട്ടത്തിലുണ്ടോ? മാനസികമായ ഉപദ്രവം എന്ന് പറഞ്ഞാൽ എന്താ? വസ്വാസ്. അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്. ഉണ്ടാവില്ലേ? എന്ന് എപ്പോഴായിരിക്കും? ഇന്ന് സുബഹി നിസ്കരിച്ചപ്പോഴായിരിക്കും. ദുഹാ നിസ്കരിച്ച ആൾക്കാരുണ്ടെങ്കിൽ ദുഹാ നിസ്കരിക്കുമ്പോഴായിരിക്കും. നമ്മൾ അവസാനം നിസ്കരിച്ച നിസ്കാരത്തിലായിരിക്കും ആര് വന്നിട്ടുണ്ടാകുക? പിശാച് വന്നിട്ടുണ്ടാകുക. എൻ്റെ ഇന്നത്തെ സുബഹി നിസ്കാരം തക്ബീറത്തുൽ ഇഹ്റാം മുതൽ സലാം വീട്ടുന്നത് വരെ ഫുൾ കോൺസെൻട്രേഷനിലാണ്, ഏകാഗ്രതയിലാണ് എന്ന് പറയാൻ കഴിയുന്ന എത്ര ആൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്? അല്ലാഹു അക്ബർ മുതൽ സലാം വീട്ടുന്നവരെ ഫുൾ ഞാൻ ആ നിസ്കാരത്തിൽ ഏകാഗ്രതയിലാണ് നിസ്കരിച്ചത് എന്ന് പറയുന്ന ഒരു, നമ്മൾ പറഞ്ഞ 10 മിനിറ്റിൻ്റെ കാര്യമാണ്. ഇപ്പോൾ എത്ര പേരുണ്ട്? അപ്പോൾ ആര് വന്നിട്ടുണ്ട്? പിശാച് എന്തുകൊണ്ടാണ് വരാന്നോ? ഉദ്കുർ കഥ, ഇന്ന കാര്യം ഓർക്ക്, മറ്റേ കാര്യം ഓർക്ക്. അങ്ങനെ വേറെ കാര്യങ്ങൾ ഇങ്ങനെ എന്ത് ചെയ്യും? തോന്നിപ്പിച്ചുകൊണ്ട് ആരെക്കുറിച്ചുള്ള ഓർമ്മയിൽ നിന്ന് നമ്മൾ അകറ്റും? അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മയിൽ, നിസ്കാരത്തിനെ കുറിച്ചുള്ള ഓർമ്മയിൽ, ഖുർആനിലുള്ള ശ്രദ്ധയിൽ നിന്ന് നമ്മൾ ശ്രദ്ധ തെറ്റിക്കും. ഇങ്ങനെ. അപ്പം അതുകൊണ്ടാണ് നമ്മുടെ മനസ്സിന് ഏറ്റവും കൂടുതൽ ദുർബോധനങ്ങൾ ഉണ്ടാക്കുന്നവനാണ് ആര്? പിശാച്. അപ്പോൾ അവൻ നമ്മളെ കരീനാകാൻ പാടില്ല. കാരണം എന്താ? ആരാണോ കൂട്ടുകാരൻ അവനെ നോക്കാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നമ്മുടെ കൂട്ടുകാരനെ ഇയ്യാക വ ഖരീനുസ്സു ഫഇന്നക ബിഹി തുറഫ്.
അപ്പോൾ ആൾക്കാർ കുട്ടികളൊക്കെ നമ്മളിങ്ങനെ അന്വേഷിക്കുമല്ലോ അല്ലേ? നമ്മൾ വിവാഹ സംബന്ധമായിട്ട് ആൺകുട്ടികളെ അന്വേഷിക്കും, പെൺകുട്ടികളെ അന്വേഷിക്കും അല്ലേ? കല്യാണ ആലോചനയുടെ സമയത്തൊക്കെ ആ കുട്ടി എങ്ങനെയുണ്ട്, അപ്പം എന്താ, അതിനാണ് ആ കുട്ടിയെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് പകരം ആ കുട്ടി ആരോടൊക്കെ കൂട്ടുകൂടുന്നുണ്ട് എന്ന് അന്വേഷിച്ചാൽ തന്നെ ആ കുട്ടിയുടെ ചിത്രം നമുക്ക് കിട്ടും. അവൻ്റെ കൂട്ടുകാരൊക്കെയെന്ന് അന്വേഷിച്ചാൽ മതി. നമ്മളതാ ചെയ്യുക, അങ്ങനെ ചെയ്യണമെന്ന റസൂൽ പറഞ്ഞത് കേട്ടോ. അൽ മർഉ അലാ ദീനി ഖലീലിഹി, ഒരാൾ അയാളുടെ കൂട്ടുകാരൻ്റെ ചര്യകളിലായിരിക്കും എന്നാണ്. അവൻ ഏറ്റവും കൂടുതൽ കൂട്ടുകൂടുന്ന, സംസാരിക്കുന്ന, സഹവസിക്കുന്ന, പെരുമാറുന്ന, സ്നേഹിക്കുന്ന അവൻ്റെ സതീർത്ഥ്യരാകട്ടെ കൂട്ടുകാരാകട്ടെ അവരുടെ അതേ രീതിയിലായിരിക്കും. ഈ പിയർ ഗ്രൂപ്പ്സൊക്കെ പ്രത്യേകിച്ചും അങ്ങനെ ഉമ്മയും ബാപ്പയും കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ അവരാളെ വർത്താനം കേൾക്കുക, ചങ്ങായിമാരെ പറയണ കേൾക്കുക. ഉമ്മാൻ്റെ ബാപ്പാൻ്റെയൊക്കെ മാറ്റി നിർത്തും. അതുകൊണ്ടാണ് റസൂല് പറഞ്ഞത്, നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ കൂട്ടുകാരനെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നല്ല കൂട്ടുകാരനെ തിരഞ്ഞെടുക്കുക. അപ്പം നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ മക്കളുടെ കൂട്ടുകാരെ. അതിനെന്ത് ചെയ്യണമെന്നോ, നമ്മുടെ മക്കളുടെ കൂട്ടുകാരൊക്കെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് ഒരു പാർട്ടിയൊക്കെ കൊടുക്കണം. ആരൊക്കെയാണ് എൻ്റെ മോളുടെ കൂട്ടുകാരികൾ, എൻ്റെ മോൻ്റെ കൂട്ടുകാരൻ അറിയാൻ വേണ്ടി എന്ത് ചെയ്യണം, ഓനൊക്കെ വീട്ടിലേക്ക് വിളിച്ചണം, അവരോടൊക്കെ ചോദിക്കണം, എന്താ മക്കളെ നിങ്ങളെ വർത്താനം സംഗതി. മോശം ചങ്ങാതിമാരുണ്ടെങ്കിൽ ആ ചങ്ങാത്തത്തിൽ നിന്ന് അവരെന്ത് ചെയ്യണം, വേർപിരിക്കണം. ചന്ദനം ചാരിയാൽ ചന്ദനമാണ്. പിന്നെന്താ ചാരല്, സാധാരണ പറയലെന്താ, ചാണകം അല്ലേ? ചാണകം ചാരിയാൽ ചാണകം. റസൂല് പറഞ്ഞിട്ടുണ്ട് അത്. പ്രവാചക തിരുമേനിസ്വല്ലം ഉപമിച്ചത് എന്താണ്, മസലുൽ ജലീസ് അസ്വാലി വൽ ജലീസ് സൂ, ഏറ്റവും നല്ല കൂട്ടുകാരനും മോശം കൂട്ടുകാരനും അവൻ്റെ ഉപമ കമസലി ഹാമിലിൽ മിസ്ക്. നല്ല കൂട്ടുകാരൻ്റെ ഉപമ ഈ സുഗന്ധങ്ങളൊക്കെ വിൽക്കുന്ന ഒരാളെ പോലെയാണ്. സെൻറ്റൊക്കെ വിൽക്കുന്ന ആൾക്കാർ കണ്ടില്ല, അത്തറും അതേപോലെ തന്നെ ഇതൊക്കെ കച്ചവടം നടത്തുന്ന ആൾക്കാർ. നല്ല കൂട്ടുകാരിങ്ങനെ സുഗന്ധങ്ങൾ വിൽപ്പന നടത്തുന്ന ആൾക്കാരെ പോലെയാണെന്ന്. എന്താണെന്നോ, അവരിൽ നമുക്ക് വാങ്ങാം, പിന്നെ എന്ത് ചെയ്യാം, ഇനി അവരെന്നെ എന്ത് ചെയ്യും, നമുക്കത് നൽകുകയും ചെയ്യും, വാങ്ങുകയും ചെയ്യാം. പിന്നെ ഈ അത്ര പിന്നെ വിൽപ്പന നടത്തുന്ന ആൾക്കാർ ആദ്യം എന്താ ചെയ്യുക, ഫ്രീ ആയിട്ടല്ലേ കൊടുക്കുക അല്ലേ? അതിൽ ഒന്ന് ഫ്രീ ആയിട്ടൊന്ന് എഴുതി തരും, ബന്ധമൊക്കെ കിട്ടും. അപ്പോൾ അവൻ്റെ കൂടെ കൂടി അതെന്നെങ്കിലും കിട്ടും, വാങ്ങിയിട്ടില്ലെങ്കിലും മെച്ചാ. പിന്നെ അവൻ്റെ കൂടെ നല്ല മണം തന്നെയെങ്കിലും കിട്ടും, പൈസ കൊടുക്കണ്ടേ. അവൻ്റെ കൂടെ ഈ വാസന ഇതൊക്കെ നേടാം. മോശം കൂട്ടുകാരനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപമിച്ചത് എന്തിനോടാണെന്നോ, ആരെ പോലെയാണ്, ഈ ഓലോക്ക് തിരിച്ചു കൊണ്ടിരിക്കുന്ന ഇരുമ്പ് പണിക്കാരനെ പോലെയാണ്. ഇവിടെ എന്താ ഇരുമ്പ് പണിക്കാരൻ പറയാം, ഞങ്ങളുടെ നാട്ടിൽ കൊല്ലൻ എന്നാ പറയാം, ഇവിടെയും കൊല്ലൻ തന്നെയാണ്. ആയിക്കോട്ടെ, കൊല്ലനെ പോലെയാണ്. അയാൾ എന്ത് ചെയ്യും, ഇരുമ്പൊക്കെ ചുട്ട് പഴുപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഇത് തിരിച്ചുകൊണ്ടേയിരിക്കും, ഇരുമ്പഴിലിട്ട് പഴുപ്പിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അതുകൊണ്ട് കിട്ടുന്ന എന്താ, തീപ്പൊരി തെറിക്കും. അവിടെ ചെന്നാൽ നമ്മൾ നല്ല ഷർട്ട് ഓട്ടപ്പെടും, തീപ്പൊരി തെറിച്ചാൽ നമുക്ക് നഷ്ടമാണ് കിട്ടുന്നത്. പിന്നെ ഒരിക്കലും ഗുണമല്ല അതിൻ്റെ അടുത്തേക്ക് ചെന്നാൽ കിട്ടുക. നല്ല തണുപ്പ് കിട്ടുമോ, എന്തായിരിക്കും, ചൂട്. അങ്ങനെ നമ്മൾ ആ വിയർക്കും, വിയർത്ത് കഴിഞ്ഞാൽ പിന്നെ നല്ല ഗന്ധം വരിക, ദുർഗന്ധം, ഇതൊക്കെ അവിടെ നിന്ന് കിട്ടുക. അതേപോലെയാണ്. അപ്പോൾ നല്ലവരുമായി സഹവസിക്കണം എന്നാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇയ്യാക വ ഖരീനുസ്സു, മോശമായൊരു കൂട്ടുകാരൻ നിനക്കുണ്ടാകുന്നത് നീ ജാഗ്രത പാലിക്കണം. ഫഇന്നക ബിഹി തുറഫ്, അവനെ കൊണ്ടായിരിക്കും നീ അറിയപ്പെടുക എന്നാണ്. അവനക്ക് ആള് തിരക്കേടില്ല, അവൻ്റെ ചങ്ങായി ഇന്ന ആളാണെന്ന് പറഞ്ഞാൽ അവനാണോ അവൻ്റെ ചങ്ങായി, എന്നാൽ ആലോചനയും വേണ്ട, കുട്ടിയാണ്. ഇന്ന കുട്ടിൻ്റെ കൂടെ ഇന്ന കുട്ടിയാണെന്ന് പറഞ്ഞാൽ അവളാണോ, എന്നാൽ വേണ്ട, ആലോചിക്കന്നെ വേണ്ട. ഇവിടെ അള്ളാഹ് പറയുന്നത് എന്താണ്, ഏത് കരീനിനെ ഒഴിവാക്കാനാ പറയുന്നത്, പിശാച് ആരുടെയെങ്കിലും കൂട്ടാളിയാവുകയാണെങ്കിൽ ഫസാ ഖരീന, നിങ്ങൾ ചേർത്ത് വെച്ച കൂട്ടുകാരൻ എത്ര മോശമായ കൂട്ടുകാരനാകുന്നു എന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.
വളരെ കുറഞ്ഞ കാലേ ജീവിതമുള്ളൂ അല്ലേ? ഭൂതകാലം, അന്ന് നമ്മൾ ജനിച്ചു. വർത്തമാനകാലം, നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നു. ഭാവിയിൽ നമ്മൾ എന്തായാലും മരിക്കും. എന്നാണ് നമ്മൾ മരിക്കാൻ നമുക്ക് ആർക്കും അറിയില്ല. അതുകൊണ്ട് ഈ മരണത്തിനൊരുങ്ങി നമുക്ക് അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാകുന്ന ഈ ആയുസ്സും ഈ ജീവിതവും ഈ ആരോഗ്യവും അനുഗ്രഹങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി പരലോകത്തിന് വേണ്ടി നമ്മൾ തയ്യാറാവുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അർഹമുർ റഹീമേ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ ഞങ്ങളോട് നീ പൊറുക്കണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള വത്സല്യനിധികളായിരുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകണമേ. ഞങ്ങൾക്കിടയിലെ രോഗികൾക്ക് ശിഫയും ശമനവും സൗഖ്യവും നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഇണകളിലൂടെ മക്കളിലൂടെ ഞങ്ങളുടെ കണ്ണുകളെ നീ കുളിർപ്പിക്കണമേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. വസല്ലല്ലാഹു തആല അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.